ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ദീപാവലി റെസിപ്പീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ബാദുഷയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് മൈദ മാവ് 3 കപ്പ് എടുക്കണം. അത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 3 കപ്പ് ഞാൻ അളന്നിട്ട് പിന്നെ ചല്ലട വെച്ച് ചലിച്ചിട്ട് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 125 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ, 1/4 കപ്പും 1 ടേബിൾ സ്പൂണും നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 കപ്പ് തൈര്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾ 125 ml കപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ മെഷർമെൻറ്റ് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ അളവിൽ മാത്രം കുറച്ച് മാറ്റം വരും. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ നല്ലപോലെ വെച്ച് കുഴയ്ക്കാൻ പാടില്ല. കൈകൊണ്ട് വളരെ മൃദുവായിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ. അതിനുശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഇപ്പോഴും വളരെ മൃദുവായി തന്നെ അധികം ശക്തി കൊടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മളിങ്ങനെ ചെയ്യണം, പിന്നീടാണ് നല്ല ശക്തിയായിട്ട് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്നും ചെയ്തതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് പിന്നെ നമുക്ക് നല്ല ശക്തിയായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ചപ്പാത്തി പോലെ സോഫ്റ്റായിട്ടിരിക്കാൻ പാടില്ല മാവ്. നമ്മൾ ചപ്പാത്തി കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സോഫ്റ്റായിട്ടാണല്ലോ മാവ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമുക്ക് പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. നന്നായി അമർത്തി തന്നെ പിന്നീട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് മീൻസ് നല്ല കൈ കൊണ്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. അതായത് ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മാവ് ഇങ്ങനെ രണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ലെയേർഡായിട്ടുള്ള മാവ് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഓരോ പ്രാവശ്യം ഇതുപോലെ രണ്ട് ഭാഗമാക്കിയിട്ട് ഓരോന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ലെയേർഡായിട്ടുള്ള ബാദുഷ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ബാദുഷ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടച്ച് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ മാവെടുത്ത് അതേ കപ്പിൽ തന്നെ 3 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, 3 കപ്പ് മൈദ മാവ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് ഈ ഷുഗർ സിറപ്പ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവശ്യമില്ല, ഒരു കമ്പി പാകമൊന്നും ആവശ്യമില്ല. നല്ല കയ്യിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒട്ടുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദും ടേസ്റ്റും പിന്നെ എന്താ പറയുക കളറും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ ഇത് നല്ല കയ്യിൽ ഒട്ടുന്ന പരുവമാകുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ബേക്കറികളിലൊക്കെ ഇങ്ങനെ പുറമേ ഇങ്ങനെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ബാദുഷ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ള കളറിൽ. അപ്പോൾ അങ്ങനെയുള്ള ബാദുഷ വേണമെങ്കിൽ 1 കമ്പി പാകത്തിൽ വേണം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. പിന്നെ കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായി, അത് നമുക്ക് അവിടേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഷുഗർ സിറപ്പിൽ 1 നുള്ളു പച്ചക്കർപ്പൂരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതുപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എണ്ണ ഒരുപാട് ചൂടാവരുത്. അപ്പോൾ വളരെ ചൂട് കുറഞ്ഞ സമയത്ത് വേണം നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ ബോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് നടുവിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യണം. എന്നാലേ നല്ല ബാദുഷ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പേ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണം.
ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ പുറമേ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അകഭാഗമൊക്കെ അങ്ങനെ വേവാതെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടേ പാടുള്ളൂ എണ്ണയ്ക്ക്. ആ സമയത്ത് നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത ഉടനെ നമ്മളത് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് തനിയെ തന്നെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇതാണ് ശരിയായ കൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ബാദുഷ നമുക്ക് റെഡിയാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനീ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയുള്ള ബാദുഷ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഇളക്കി കൊടുത്തിട്ട് അത് ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാദുഷ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ജ്യൂസി, ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബാദുഷ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇത് നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഏകദേശമൊക്കെ ഗോൾഡൻ കളറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ കുറേ കൂടി ആയി കഴിയുമ്പോൾ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റി വെക്കേണ്ടതാണ്. എന്നിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ബാദുഷകൾ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഗോൾഡൻ കളറായി. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഗർ സിറപ്പ് തണുത്ത് പോകാൻ പാടില്ല, ചൂടുണ്ടാവണം. ആ സമയത്ത് വേണം നമ്മൾ, ഒരുപാട് ചൂടല്ല, ഒരു മീഡിയം ചൂടുണ്ടാകുമ്പോൾ തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സോക്ക് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ആവും. ഇത് അതേപോലെ ഷുഗറൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിക്കും. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് നമുക്കത് അരമണിക്കൂർ അടച്ച് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബാദുഷ റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇതൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസിയുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നല്ല ബാദുഷ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അകത്തൊക്കെ നല്ല ലെയേർഡായിട്ടുള്ള നല്ലൊരു ബാദുഷയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.